നമുക്കിപ്പം ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ അവർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ വിവിധ സംഘടനകളുണ്ട്, രാഷ്ട്രീയ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനയുടെയൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി ഈ രക്ഷാപ്രവർത്തനത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ സമീപത്തുള്ള വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകളെയും അതുപോലെ ഡ്രൈവർമാർ, ആംബുലൻസ് ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിക്കാനും കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും. ഈ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിനായിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ആംബുലൻസിൻ്റെ സംഘടനാപരമായിട്ടുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇത് പറയേണ്ട താമസം തന്നെ. ഇവിടെ തന്നെ അന്ന് ആ സമയത്ത് ഒരു 10ഓളം ആംബുലൻസ് ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുന്ന ആംബുലൻസുകളുണ്ട്. ഇത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെയുള്ള ആംബുലൻസുകളുണ്ട്. അവരിത് അറിഞ്ഞപ്പോൾ അവർ ഫസ്റ്റ് തന്നെ മുജീബ് എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ വിളിച്ചിട്ട് ഇത് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് പെട്ടെന്ന്. അപ്പം തന്നെ നമ്മളേതായ ഗ്രൂപ്പുകളിലൊക്കെ ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്തപ്പോൾ തന്നെ എല്ലാ ആംബുലൻസുകളും പല ഭാഗത്തുനിന്ന്, കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്തുനിന്ന് ഇവിടെ അവിടുന്നൊക്കെ ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അടിവാരം ഭാഗത്തുനിന്ന് വരെ ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അത്രയും ആംബുലൻസ് ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും കഴിയാത്തത് ഈ ICU പോലത്തെ ഫുൾ സ്പെഷ്യലിസ്റ്റുള്ള സംവിധാനമുള്ള ആംബുലൻസ് ഇന്ന് ഇപ്പോൾ ഇവിടെ കുറവാണ് ഇവിടെ ഉള്ളത്. അതായിരുന്നു കൂടുതൽ ഇവിടെ വേണ്ടിയിരുന്നത്. O2 ഉള്ള ആംബുലൻസ് ഒരുപാടുണ്ട്. പക്ഷേ 108 ആംബുലൻസുകൾ എന്നൊക്കെ പറഞ്ഞാൽ O2 മാത്രമേ ഉള്ളൂ അതിലുള്ളൂ. മറ്റുള്ള ഇതിലും എല്ലാ സംവിധാനമുള്ള ആംബുലൻസുകളില്ല 108. പക്ഷേ അതിനുള്ള പ്രൈവറ്റ് ആംബുലൻസുകൾ, അതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസുകളൊക്കെയാണ് ഇങ്ങോട്ട് വരുത്തിച്ചത്. അത് പല ഭാഗങ്ങളും ഇപ്പോൾ KMCT ഹോസ്പിറ്റലിലേക്കും, ബീച്ച് ഹോസ്പിറ്റൽ, ഇക്ര ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലേക്കും ആളെ ഇവിടുന്ന് പെട്ടെന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സാധനം അതിൻ്റെ മുകളിൽ ഇപ്പോഴും കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാധനങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ ഉള്ളിൽ. കൂടുതലും ഇതൊക്കെ നമ്മളെ പ്രമോദേട്ടനാണ് നമ്മുടെ ഡ്രൈവർ. ശരി സമീർ, ഏതായാലും ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവേഴ്സാണ് പ്രതികരിച്ചത്. അല്പം മുമ്പ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തന്നെ ഈ T സിദ്ദിഖ് MLA ഉന്നയിച്ച ആരോപണത്തെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം ഓരോ കേസിലും ഈ കഴിഞ്ഞ മണിക്കൂറിൽ അവിടെ സംഭവിച്ച മരണം അത് ഏതു സാഹചര്യത്തിലായിരുന്നു, ആ മരിച്ച രോഗികളുടെ ആരോഗ്യനില എന്തായിരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇനി വിശദമായ പോസ്റ്റ്മോർട്ടത്തിലായിരിക്കും മരണകാരണം സ്ഥിരീകരിക്കാനാവുക. എങ്കിൽ തന്നെയും അതിൽ 1-2 കേസുകളിൽ മരണകാരണം വ്യക്തമാകേണ്ടതുണ്ട്. അത് പോസ്റ്റ്മോർട്ടത്തിലൂടെ അറിയാൻ സാധിക്കുമെന്നും പ്രിൻസിപ്പൽ പറയുകയുണ്ടായി.